കോഴിക്കോട് സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിനിരയായി ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. മരണത്തിന് ഉത്തരവാദി കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന ശബ്ദശേഖരത്തിൽ ഇബ്രാഹിം ഹാജി പറയുന്നു, സർക്കാർ അംഗീകൃത സ്ഥാപനമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് 75 ലക്ഷം രൂപ തട്ടിയെടുത്തു. 1,250 രൂപ ലാഭമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം നിക്ഷേപിച്ചതെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഈ സുധികുമാർ പറയുന്നത് എപ്പം ഞാൻ ചോദിച്ചാലും ഞങ്ങൾ മേടിച്ചിട്ടില്ല. വടകര പോലീസ് സ്റ്റേഷനിൽ 3 മാസം മുമ്പ് വിളിച്ച് എൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞ് ഈ പൈസ പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഈ ബൗണ്ടിൻ്റെ ഒപ്പൊന്നും ഞാനിട്ടല്ല, ഈ എഗ്രിമെൻറ്റിൻ്റെ ഒപ്പും ഞാനിട്ടല്ല, ഞാനൊരു പൈസ ഇയാളെ മേടിച്ചിട്ടില്ല എന്നാൽ ഈ സുധികുമാർ പോലീസ് സ്റ്റേഷനിലടക്കം മൊഴി കൊടുക്കുന്നത്. അത്ര പോലെ എന്നെ പൈസ മേടിച്ചിട്ട് തരൂല എന്ന് എന്നെ പറഞ്ഞ് എന്നെ കറക്കി അവസാന ഘട്ടം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് മുഖ്യമന്ത്രിൻ്റെ എല്ലാ ഓഫീസിൽ നിന്ന് എനിക്ക് 2 ലെറ്റർ എനിക്ക് വന്ന് സൊസൈറ്റി പോയിട്ട് നിങ്ങൾ പൈസ മേടിക്കും. അന്നേരം ഈ സൊസൈറ്റി പോയാൽ അതിൻ്റെ ഒരാഴ്ച മുന്നേൽ ലെറ്റർ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേൽ ബഷീർ എന്ന് പറയുന്ന വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ ഇരുത്തുനിന്ന് എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടി നോക്കിയേക്ക്. എന്ത് വടകര മജിസ്ട്രേറ്റ് കോടതിയിലെ ഫസ്റ്റിലെ കേസ് നടക്കുന്ന ജാമ്യം ഇറങ്ങേണ്ട ദിവസമാണ്. അന്നാണ് എന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് സൈഡിൽ കൂടി നടന്നു വരും, വണ്ടി ഒരൊറ്റ പൊളയക്കൽ. അങ്ങനെ നോക്കുമ്പോൾ ബഷീറാണ്. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് പറഞ്ഞു തരാം, സെക്രട്ടറി പറഞ്ഞ് ബാലൻസ് കുറഞ്ഞു വെച്ചാന്ന്. സെക്രട്ടറി അന്നേരം എങ്ങനെയാണ് അത് അറിയുന്നത്? അറിഞ്ഞുകൊണ്ട് എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കളിച്ച് ഭയങ്കര പൊളയക്കൽ. വണ്ടി ഈ പൊലേറ വണ്ടിയാണ്, ഈ കടത്തനാട് സൊസൈറ്റിൻ്റെ വണ്ടിയാണ് ഓടിക്കുന്നന്ന്. എന്നിട്ട് ഞാൻ അതിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്കെന്താ മെനക്കായിട്ട് കംപ്ലയിൻറ്റ് കൊണ്ട് ചെയ്തുകൊണ്ട് എന്താ കാര്യം? ചെയ്ത കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും എനിക്ക് നീതി കിട്ടുന്നുണ്ടോ? ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് എന്നെ നീതി കിട്ടും, പിന്നെ പോലീസ് സ്റ്റേഷൻ കൊല്ലുന്നുണ്ടെ കൊല്ലട്ടെ എന്ന് വെച്ചേ. വിവരങ്ങളുമായി ആകാശ് തടത്തിലാണുള്ളത്. ആകാശ്, ഇന്നലെ രാത്രിയാണ് ദാരുണമായി സംഭവം ഉണ്ടാകുന്നത്. മരണവിവരം ഇപ്പോഴാണ് എന്തിനാണ് മരിച്ചതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുള്ളത്. അതായത് 75 ലക്ഷം രൂപയാണ് ഈ സൊസൈറ്റി തട്ടിയെടുത്തിട്ടുള്ളത്. ചോദിക്കാൻ ചെന്നപ്പോൾ തന്നെ വണ്ടി കയറ്റി കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. ഒരാളെ മാനസികമായി തകർക്കാവുന്നതിൻ്റെ പരമാവധി തകർത്ത് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഒരു സൊസൈറ്റി. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ലിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ മാനസികമായി എത്രത്തോളം വിഷമിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വിഷമിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മരണത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശം ഇദ്ദേഹം ജീവനൊടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് BJPയുടെ നേതാവായ പ്രഫുൽ കൃഷ്ണയ്ക്ക് അയച്ച ഓഡിയോ സന്ദേശമാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നു, ഈ നിക്ഷേപ തുകയുമായി ബന്ധപ്പെട്ട് 75 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തൻ്റെ സ്വത്തുൾപ്പെടെ സ്ഥലങ്ങളും കൂടാതെ സ്വർണവും ഉൾപ്പെടെ വിറ്റിട്ടുള്ള കാശാണ് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ സുധീർ കുമാറും ബഷീർ എന്നിവ ഉൾപ്പെടെയുള്ള ആളുകളാണ് തന്നോട് നിക്ഷേപിക്കാൻ പറയുകയും അതിന് പലിശ ലഭിക്കും എന്ന് കരുതി നിക്ഷേപിക്കുകയും ചെയ്തിരുന്നത്. ഇയാളൊരു ഹോട്ടൽ ജീവനക്കാരായിരുന്നു, ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നീടാണ് ഇയാൾക്ക് വയ്യാതാവുന്നതും പിന്നീട് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇയാൾ സ്ഥലം വിൽക്കുകയും പിന്നീട് ഈ സ്ഥലം വിറ്റ കാശുകൊണ്ട് പലിശ വാങ്ങിച്ചുകൊണ്ട് ജീവിതം പുലർത്താമെന്ന് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങൾ കണ്ടത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പല തവണകളിലായി കുറച്ച് പൈസ ഈ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീട് ഈ നിക്ഷേപത്തുക ഇദ്ദേഹത്തിന് കൂടുതൽ അസുഖബാധിതനായി വയ്യാതിരിക്കുന്ന സമയത്ത് നിക്ഷേപത്തുക തിരിച്ചു ചോദിക്കുകയായിരുന്നു. ആ തിരിച്ചു ചോദിച്ച സമയത്ത് തന്നെ ഈ സൊസൈറ്റി ജീവനക്കാർ തന്നെ വട്ടം കറക്കി. അവർ പല കാരണങ്ങളും പറഞ്ഞ് തിരിച്ചയച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം പറയുന്നു. കൂടാതെ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകി, മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നിട്ടും ഈ കാര്യത്തിൽ ഒന്നും ഉണ്ടായില്ല. കൂടാതെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ താൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ സൊസൈറ്റിയിലെ വാഹനത്തിൽ ബഷീർ എന്ന് പറയുന്ന ഒരാൾ തന്നെ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അത് ആസൂത്രിതമായി തന്നെയാണ് ശ്രമിച്ചത് എന്ന് പറയുന്നു. കാരണം ഈ സംഭവമായി ഇയാൾ പരാതിയുമായി ഈ സൊസൈറ്റിയിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് ബാലൻസ് കിട്ടാതെ വണ്ടി വന്ന് ഇടിക്കാൻ പോയി എന്നുൾപ്പെടെ കാര്യങ്ങൾ പറയുക. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായത് ഇന്നലെ ഏകദേശം 10:30 കൂടിയാണ്. 10:30 കൂടി ഈ കോൺഗ്രസ് നേതാവും കൂടാതെ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയുടെ
സുധിയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവൻ ഒടുക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എത്ര രൂപയായിരുന്നു എന്നുള്ളത് നിലവിൽ നേരത്തെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ ഏകദേശം 75 ലക്ഷം രൂപ, അതിൽ പലിശ ആകാശ്, ഇതിപ്പോൾ നൂറുകണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം വാങ്ങിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി പൂർണ്ണമായും UDF നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരം അധികാരികളെ ഇവർ സമീപിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നെങ്കിലും അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ആകാശ്? തീർച്ചയായും ലിനിഷ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ഉൾപ്പെടെ ചെയ്തിരുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. കൂടാതെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരുന്നു. ഈ സൊസൈറ്റി ആരംഭിക്കുമ്പോൾ തന്നെ ഈ സൊസൈറ്റിയിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഈ സുധീർ എന്ന് പറയുന്ന ആളാണ്, ഈ ഡയറക്ടറായിരുന്നു. പക്ഷേ ഇയാൾ 2021 വടകര MP തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയും കൂടാതെ തന്നെ ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഉള്ളതുകൊണ്ട് ഇയാളെ ഇവിടെ നിന്നും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് DCC പ്രസിഡന്റും MLA ആയിരുന്ന പ്രവീൺ കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്.